ഹായ് ആൾ, വെൽക്കം ടു വൺസ്. സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ് എന്ന സബ്ജക്റ്റിന്റെ സെക്കൻഡ് മോഡ്യൂളിലെ ഒരു ടോപ്പിക് നമുക്ക് ഇന്ന് ഇവിടെ നോക്കാം. സെക്കൻഡ് മോഡ്യൂളിലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, നമുക്കത് ആദ്യം നമ്മൾ ഈ മോഡ്യൂളിൽ സ്റ്റാർട്ടിങ് പഠിക്കാനുള്ളത് ഫൊറിയർ ട്രാൻസ്ഫോമിനെ പറ്റിയാണ്. ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത് സിഗ്നൽസിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷനെയാണ് നമ്മൾ പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സാധാരണ സിഗ്നൽ ഏത് ഡൊമൈനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? ടൈം ഡൊമൈനിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണ് ഈ ടൈം ഡൊമൈൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഏതൊരു സിഗ്നലും ഒരു 2 ഡയമെൻഷണൽ ഗ്രാഫാണ്. ആ 2 ഡയമെൻഷണൽ ഗ്രാഫിൽ എക്സ് ആക്സിൽ ടൈം റെപ്രസെന്റ് ചെയ്യും, Y ആക്സിൽ അതിന്റെ കറസ്പോണ്ടിങ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതാണ് സാധാരണ ടൈം ഡൊമൈൻ എന്ന് പറയുന്നത്. എക്സ് ആക്സിലെ ടൈമും Y ആക്സിലെ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്താണ് ആംപ്ലിറ്റ്യൂഡ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്മൾ ടൈം ഡൊമൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇതേ കാര്യത്തെ തന്നെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എന്ത് മാറ്റം വരുന്നുണ്ട് ഇവിടെ? ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ എക്സ് ആക്സിലെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസിയും Y ആക്സിലെ അതിന്റെ കറസ്പോണ്ടിങ് മാഗ്നിറ്റ്യൂഡുമാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ എന്ന രീതിയിൽ നമ്മൾ പറയുന്നത്. ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ. അപ്പോൾ സിഗ്നലിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആണ് നമ്മൾ എന്ത് പറയുന്നത്? ഫൊറിയർ ട്രാൻസ്ഫോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിഗ്നൽ തന്നെ നമുക്കറിയാം, ഫസ്റ്റ് മോഡൽ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചതാണ്. ഫ്രീക്വൻസി ഡൊമൈൻ മീൻസ് സിഗ്നൽ ഏതെല്ലാം മേജർ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. മേജർ ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് ടൈം സിഗ്നൽ ഉണ്ട്, അതുപോലെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ഉണ്ട്. എന്താണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ? കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടിന്യൂസ് ഇൻ ടൈം, ആൾസോ കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. അതേപോലെ തന്നെ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ക്രീറ്റ് ഇൻ ടൈം ബട്ട് കണ്ടിന്യൂസ് ഇൻ ആംപ്ലിറ്റ്യൂഡ്. നമ്മൾ അറിയാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ നമ്മൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് മോഡ്യൂളിൽ. ഓക്കെ, സോ ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ് ഡിഫൈൻ ചെയ്യപ്പെടുന്നത്, ഫ്രീക്വൻസി റെസ്പോൺസ് എന്താണ് എന്നതിനെ കുറിച്ച് മേജറായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോമിന്റെ തന്നെ കൺവല്യൂഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ഓക്കെ, അപ്പൊ കൺവല്യൂഷൻ പ്രോപ്പർട്ടി വരുന്നതിന് മുമ്പ് എന്താണ് കൺവല്യൂഷൻ എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് കൺവല്യൂഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. കൺവല്യൂഷൻ എന്താണ്? Y ഓഫ് ടി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ട് എനിക്ക് കിട്ടണമെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിനെയും എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസ്, എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നൽ, എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസ്, ഇതിന്റെ രണ്ടിന്റെയും എക്സ് ഓഫ് ടി എന്ന ഇൻപുട്ട് സിഗ്നലിന്റെയും എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസിന്റെയും കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടുന്നത്? ഔട്ട്പുട്ടായ Y ഓഫ് ടി കിട്ടുന്നത്. അപ്പോ ഔട്ട്പുട്ടായ Y ഓഫ് ടി കിട്ടണമെങ്കിൽ എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലും എച്ച് ഓഫ് ടി എന്ന് പറയുന്ന ഇമ്പൾസ് റെസ്പോൺസും തമ്മിൽ എന്ത് ചെയ്യണം? കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യണം. അപ്പോൾ എന്താണ് ഈ ഇമ്പൾസ് റെസ്പോൺസ് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. എച്ച് ഓഫ് ടി എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്? ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ ഇമ്പൾസ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, സിസ്റ്റം എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഒരു സിസ്റ്റത്തിൽ ഇമ്പൾസ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റെസ്പോൺസിനെ പറയുന്നതാണ്. റെസ്പോൺസ് മീൻസ് എന്താണ്? ഔട്ട്പുട്ട്. ഒരു സിസ്റ്റത്തിൽ ഇമ്പൾസ് സിഗ്നൽ ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ പറയുന്ന പേരാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പോ എക്സ് ഓഫ് ടി എന്ന ഇൻപുട്ട് സിഗ്നലും എച്ച് ഓഫ് ടി എന്ന ഇമ്പൾസ് റെസ്പോൺസിന്റെയും കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് Y ഓഫ് ടി എന്ന് പറയുന്ന ഔട്ട്പുട്ട്. ഓക്കെ, ഇത് ടൈം ഡൊമൈനിലുള്ള റെപ്രസെന്റേഷൻ ആണിത്. അപ്പൊ ടൈം ഡൊമൈൻ എന്ന് പറയുമ്പോൾ ടൈമിന്റെ ഫംഗ്ഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. പക്ഷേ ഈ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ ആ സിസ്റ്റത്തിന് ഒരു മേജർ ആയിട്ടുള്ളൊരു പ്രത്യേകത ഉണ്ടായിരിക്കണം, ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. എന്താണ് ആ സ്പെഷ്യാലിറ്റി? ആ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ് മസ്റ്റ് ബി ആൻ LTI സിസ്റ്റം. എന്താണ് LTI സിസ്റ്റം? LTI സിസ്റ്റം എന്ന് പറയുന്നത് ആ പേരിൽ തന്നെയുണ്ട്, ലീനിയർ ടൈം ഇൻവേരിയൻസ് സിസ്റ്റം. അതായത് ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർട്ടിയായ ലീനിയറിറ്റിയും ടൈം ഇൻവേരിയൻസും, ഒരു സിസ്റ്റം ലീനിയറും ആയിരിക്കണം, അതേപോലെ തന്നെ എന്തും ആയിരിക്കണം? ടൈം ഇൻവേരിയന്റും ആയിരിക്കണം. അപ്പോൾ ഈ രണ്ട് പ്രോപ്പർട്ടീസും ഒന്നിച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്ന തരം സിസ്റ്റത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത് സിസ്റ്റം? LTI സിസ്റ്റം എന്ന് പറയുന്നത്. ലീനിയർ ടൈം ഇൻവേരിയൻസ് സിസ്റ്റം. അതായത് ഒരു സിസ്റ്റം ലീനിയറും ആയിരിക്കണം, ആൾസോ എന്തും ആയിരിക്കണം? ടൈം ഇൻവേരിയന്റും ആയിരിക്കണം, അല്ലെ? ഇപ്പൊ ലീനിയറും ആയിരിക്കണം, ടൈം ഇൻവേരിയന്റും ആയിരിക്കണം. അപ്പോൾ അങ്ങനത്തെ സിസ്റ്റമാണ് LTI സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള LTI സിസ്റ്റത്തിന് വേണ്ടി മാത്രമാണ് നമുക്ക് കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ നമുക്ക് ചെയ്യാൻ പറ്റുക. ഇനി നമുക്ക് ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക് വരാം. ഇങ്ങനെ കൺവല്യൂഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ
ഓക്കെ, നമുക്ക് അതിന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഫോർ ആൻ LTI സിസ്റ്റം, ഇത് കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഏതിലാണ് നമ്മൾ ചെയ്യുന്നത്? ടൈം ഡൊമൈനിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡൊമൈനിൽ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? y of j ohm equal to x of j ohm into h of j ohm. ഇതിൽ ഓരോന്നും എന്താണ്? y of t എന്ന് പറയുന്നത് ടൈം ഡൊമൈനിലാണ് ഞാൻ പറയുന്നത്. y of t equal to x of t into അല്ല കൺവല്യൂഷൻ h of t. y of t equal to x of t കൺവല്യൂഷൻ h of t. അപ്പൊ ഇതേ കാര്യം നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റുമ്പോൾ y of t എന്ന് പറയുന്നതിന്റെ y of t എന്ന ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് y of j ohm. y of t എന്ന ഔട്ട്പുട്ട് സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് y of j ohm. x of t എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എന്ത്? x of j ohm. x of t എന്ന ഇൻപുട്ട് സിഗ്നലിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് x of j ohm. സെയിം രീതി തന്നെയാണ് h of t എന്ന ഇമ്പൾസ് റെസ്പോൺസിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് h of j ohm. അവിടെ മിഡിലുള്ള സിമ്പൽ എന്തായിരുന്നു? കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു സിമ്പൽ ആയിരുന്നു. പക്ഷേ ഇത് ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരുമ്പോൾ അതെന്തായി മാറും? പ്രോഡക്റ്റ് ആയി മാറും. ഇത്രയാണ് കൺവല്യൂഷൻ പ്രോപ്പർട്ടി. ഓക്കെ, ഇപ്പൊ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ മിഡിലുള്ളതിന്റെ കറസ്പോണ്ടിങ് എല്ലാ എലമെന്റ്സിന്റെയും എല്ലാ ടേംസിന്റെയും എന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസിലേക്ക് മാറ്റും, അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് മാറ്റും. എന്നിട്ട് മിഡിലുള്ള സിമ്പൽ എന്തായി മാറും? പ്രോഡക്റ്റ് ആയി മാറും. ദാറ്റ് ഈസ് y of j ohm equal to x of j ohm into h of j ohm. y of j ohm equal to x of j ohm into h of j ohm. ഓക്കെ അല്ലെ? അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആയിട്ട് എനിക്ക് കിട്ടുന്നത്. ഇത് ഓരോന്നും എന്താണ്? നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതിൽ x of j ohm എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഇൻപുട്ടിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് x of j ohm. y of j ohm എന്ന് പറയുന്നത് എന്താണ്? ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് ഔട്ട്പുട്ടിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് y of j ohm. അതേപോലെ തന്നെ h of j ohm എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രീക്വൻസി റെസ്പോൺസ്. അതാണ് നമുക്ക് ഇവിടെ വേണ്ടത്. h of j ohm എന്ന് പറയുന്നതാണ് എന്ത്? ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? y of j ohm equal to x of j ohm into h of j ohm. ഇതിൽ നിന്ന് എനിക്ക് വേറെയും ഒരു കാര്യം കൂടെ എഴുതാൻ പറ്റും. എന്താണ്? h of j ohm equal to എന്തെഴുതാം? y of j ohm divided by x of j ohm. അതായത് ഔട്ട്പുട്ടിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ ഇൻപുട്ടിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോയെ പറയുന്നതാണ് എന്ത്? h of j ohm ആയ ഫ്രീക്വൻസി റെസ്പോൺസ്. അപ്പോ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന h of j ohm എന്ന് പറഞ്ഞാൽ എന്താണ്? y of j ohm ഡിവൈഡഡ് ബൈ x of j ohm. ഔട്ട്പുട്ടിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഡിവൈഡഡ് ബൈ ഇൻപുട്ടിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം. ആ റേഷ്യോയെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പൊ അതാണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. h of j ohm എന്ന് പറയുന്നത് y of j ohm ഡിവൈഡഡ് ബൈ x of j ohm. ഓക്കെ അല്ലേ? ആ കാര്യം ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് എന്ത്? ഫ്രീക്വൻസി റെസ്പോൺസിന്റെ കൺസെപ്റ്റ് എന്ന് പറയാം. അപ്പൊ ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് വന്നത് ഏത് സിസ്റ്റത്തിൽ നിന്നാണ്? LTI സിസ്റ്റം ആണ്. സാധാരണ സിസ്റ്റം ആണ്. പക്ഷെ ഈ രണ്ട് പ്രോപ്പർട്ടീസും, ലീനിയറിറ്റിയും ടൈം ഇൻവേരിയൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരം സിസ്റ്റമാണ് LTI സിസ്റ്റം, ലീനിയർ ടൈം ഇൻവേരിയൻസ് സിസ്റ്റം. ഇങ്ങനെയുള്ള ലീനിയർ ടൈം ഇൻവേരിയൻസ് സിസ്റ്റത്തില് നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻ ആണ് കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ. കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ മീൻസ് ടൈം ഡൊമൈനിൽ നമുക്ക് എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? x of t കൺവല്യൂഷൻ h of t. ഇതേ കാര്യം നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ y of j ohm equal to x of j ohm into h of j ohm. സോ ഈ രീതിയിലാണ് അതിന്റെ കൺസെപ്റ്റ് വരുന്നത്. അതിൽ നമുക്ക് വേണ്ടുന്ന കാര്യമാണ് h of j ohm. അതെന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ അല്ലേ? ഓക്കെ, നമുക്കിവിടെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ആൻ LTI സിസ്റ്റം. ഒരു LTI സിസ്റ്റം നമുക്ക് തന്നിട്ടുണ്ട്. ആ LTI സിസ്റ്റത്തിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാൻ എന്നോട് പറയുകയാണ്. ഓക്കെ, ഡിസ്ക്രൈബ്ഡ് ബൈ ഡിഫറൻസ് ഇക്വേഷൻ. ഒരു ഡിഫറൻസ് ഇക്വേഷൻ ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. എന്താണ്? d² y of t by dt square plus 5 into dy by dt plus 6 y of t equal to 2x of t. ഇങ്ങനെ ഒരു എന്ത് തന്നിട്ടുണ്ട്? ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാനാ പറയുന്നത്? ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാനാ പറയുന്നത്. ഓക്കെ അല്ലേ? സോ നമുക്ക് നോക്കാം. ഇതിന്റെ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം എടുക്കുക. ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ത്രൂ ഔട്ട് ആയിട്ട് എടുക്കുക. എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അതായത് ഓരോ ടേമിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് d² y by dt square എന്ന് പറയുന്നത് എന്താണ്? j ohm the whole square into y of j ohm എന്നായിരിക്കും. അതായത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആകുമ്പോൾ j ohm the whole square into y of j ohm എന്നായിരിക്കും. അതേപോലെ തന്നെ ഫൊറിയർ ട്രാൻസ്ഫോം ഓഫ് dy by dt
എന്തായിരിക്കും ജെ ഓം ഇൻറ്റു ഒയ് ഓഫ് ജെ ഓം, ജെ ഓം ഇൻറ്റു ഒയ് ഓഫ് ജെ ഓം. ഓക്കെ, ബാക്കി ഒയ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം ഒയ് ഓഫ് ജെ ഓം, എക്സ് ഓഫ് ടിയുടെ ഫൊറിയർ ട്രാൻസ്ഫോം എക്സ് ഓഫ് ജെ ഓം. അതായത് അതിനനുസരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ജെ ഓം ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഒയ് ഓഫ് ജെ ഓം പ്ലസ് 5 ഇൻറ്റു ജെ ഓം ഇൻറ്റു ഒയ് ഓഫ് ജെ ഓം പ്ലസ് 6 ഒയ് ഓഫ് ടി, അതായത് 6 ഒയ് ഓഫ് ജെ ഓം ഈക്വൽ ടു 2 എക്സ് ഓഫ് ടി, അതായത് 2 ഇൻറ്റു എക്സ് ഓഫ് ജെ. ഓക്കെ അല്ലേ? ഇതിന്റെ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള ഒയ് ഓഫ് ജെ എമ്മിന്റെ കമ്പോണൻസിനെ എല്ലാം കോമൺ ആയിട്ട് എടുക്കുക. അതായത് ഒയ് ഓഫ് ജെ ഓം കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ജെ ഓം ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ജെ ഓം ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ജെ ഓം പ്ലസ് 6 ഈക്വൽ ടു 2 ഇൻറ്റു എക്സ് ഓഫ് ജെ ഓം. ഓക്കെ അല്ലേ? എല്ലായിടത്തു നിന്നും ഒയ് ഓഫ് ജെ ഓം കോമൺ ആയിട്ട് എടുത്തു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒയ് ഓഫ് ജെ ഓം ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഓം, ആ എക്സ് ഓഫ് ജെ ഓം ഡിനോമിനേറ്റർ കൊണ്ടുവരിക. എന്താ സംഭവിക്കുക, ഒയ് ഓഫ് ജെ ഓം ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഓം ഈക്വൽ ടു എന്തായിരിക്കും സംഭവിക്കുക, ഇവിടെ ആൾറെഡി 2 ഉണ്ട്, ഇത് എത്ര എന്ത് ചെയ്യുക ഡിനോമിനേറ്ററിൽ വരും. അതായത് 2 ഡിവൈഡഡ് ബൈ ജെ ഓം ദ ഹോൾ സ്ക്വയർ പ്ലസ് ബാലൻസ് എന്താ 5 ഇൻറ്റു ജെ ഓം പ്ലസ് 6, അതായത് 5 ഇൻറ്റു ജെ ഓം പ്ലസ് 6, 2 ഡിവൈഡഡ് ബൈ ജെ ഓം ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ജെ ഓം പ്ലസ് 6. ദെൻ ഒയ് ഓഫ് ജെ ഓം ബൈ എക്സ് ഓഫ് ജെ ഓം, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ഒയ് ഓഫ് ജെ ഓം ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഓമിന് പറയുന്ന പേര് എന്താണ്, എച്ച് ഓഫ്. ഒയ് ഓഫ് ജെ ഓം ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഓമിന് പറയുന്ന ആ റേഷ്യോ എന്താണ്, എച്ച് ഓഫ് ജെ ഒ. അപ്പോ ഈ രീതിയിൽ നമുക്ക് എങ്ങനെ എഴുതാം, ഈ രീതിയിൽ ഒയ് ബൈ എക്സിനെയാണ് എന്ത് പറയുന്നത്, എച്ച് ഓഫ് ജെ ഒ. 2 ഡിവൈഡഡ് ബൈ ജെ ഓം ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ജെ ഓം പ്ലസ് 6, ഇതാണ് എച്ച് ഓഫ് ജെ ഓം. ഇതിന് പറയുന്ന പേരാണ് എന്ത്, ഫ്രീക്വൻസി റെസ്പോൺസ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ നമുക്കൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ടാവും. ആ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്ത് മീൻസ് അതിന്റെ ത്രൂ ഔട്ട് ലെഫ്റ്റ് സൈഡ് ആയാലും ശരി റൈറ്റ് സൈഡ് ആയാലും ശരി ത്രൂ ഔട്ട് എന്ത് ചെയ്യുക, ഫൊറിയർ ട്രാൻസ്ഫോം കൊടുക്കുക. എന്നിട്ട് ഒയ് ഓഫ് ജെ എമ്മിനെ ഗ്രൂപ്പ് ചെയ്യുക, എക്സ് ഓഫ് ജെ എമ്മിനെ ഗ്രൂപ്പ് ചെയ്യുക, ദെൻ ഒയ് ബൈ എക്സിന്റെ റേഷ്യോ കണ്ടുപിടിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എച്ച് ഓഫ് ജെ എം എന്ന് പറയുന്നത്. അതാണ് എന്ത്, ഫ്രീക്വൻസി റെസ്പോൺസ്. ഇനി ഇതിൽ നിന്ന് പുതിയൊരു കാര്യം കൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിലൊന്നാണ് ഇമ്പൾസ് റെസ്പോൺസ്. എന്താണ് ഇമ്പൾസ് റെസ്പോൺസ്? ഇമ്പൾസ് റെസ്പോൺസ് കിട്ടാനായിട്ട് നമുക്ക് വേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് ഈ കിട്ടിയ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഡയറക്റ്റ് ഫൊറിയർ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. എന്താണ് ഈ ഫൊറിയർ ഇൻവേഴ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നൽ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എക്സ് ഓഫ് ജെ ഓം. എക്സ് ഓഫ് ടി എന്ന് പറയുന്ന ഇൻപുട്ട് സിഗ്നൽ എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അതിന്റെ ഫൊറിയർ ട്രാൻസ്ഫോം ആണ് എന്ത്, എക്സ് ഓഫ് ജെ ഓം. ഇനി നേരെ തിരിച്ച് എക്സ് ഓഫ് ജെ ഓം എന്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് എനിക്ക് തിരിച്ച് എക്സ് ഓഫ് ടിയിലേക്ക് വരണം. എക്സ് ഓഫ് ജെ ഓം എന്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് എനിക്ക് തിരിച്ച് എങ്ങോട്ടേക്ക് വരണം, എക്സ് ഓഫ് ടിയിലേക്ക് വരണം. എക്സ് ഓഫ് ജെ ഓം തന്നിട്ടുണ്ട്, അതിൽ നിന്ന് തിരിച്ച് എനിക്ക് എക്സ് ഓഫ് ടിയിലേക്ക് വരണമെങ്കിൽ അപ്പോൾ നമ്മൾ ശ്രമിക്കുന്നതാണ് ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം. തിരിച്ച് എക്സ് ഓഫ് ജെ ഓമിൽ നിന്ന് തിരിച്ച് എക്സ് ഓഫ് ടിയിലേക്ക് വരാനുള്ളത്. ഓക്കെ, അതിന്റെ പ്രോബ്ലംസ് നമ്മൾ ആപ്പിലെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അത്തരം പ്രോബ്ലംസ് ഒക്കെ അത് നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ക്ലാസ്സസ് കംപ്ലീറ്റ് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സസും അതിനകത്ത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ, അതായത് ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോമിനെ നമുക്ക് ബേസിക്കലി പറയാം അതാണ് ഇമ്പൾസ് റെസ്പോൺസ്. അപ്പൊ ഇമ്പൾസ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി, ഈ കിട്ടിയ ഫ്രീക്വൻസി റെസ്പോൺസിന്റെ ഫൊറിയർ ഇൻവേഴ്സ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഫൊറിയർ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഇതിനും നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫൊറിയർ ഇൻവേഴ്സ് ഡിനോമിനേറ്ററിനെ ഫാക്ടറൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്കിപ്പോൾ അതിന്റെ ആവശ്യമില്ല, ഫ്രീക്വൻസി റെസ്പോൺസ് മാത്രം കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ. ഓരോ ടേമിന്റെയും ഫ്രീക്വൻസി റെസ്പോൺസിന്റെ കമ്പോണന്റ് ഏത് രീതിയിലാണ് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക, അത്രമാത്രം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ എന്നിട്ട് എന്ത് ചെയ്യുക, റീഅറേഞ്ച് ചെയ്യുക. ഒയ് ഓഫ് ജെ ഓം ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ജെ ഓം എന്ന രീതിയിൽ റീഅറേഞ്ച് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരിക. ഓക്കെ അല്ലേ? സോ ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ നമുക്ക് ഇവിടെ പറയാനുണ്ട്. ആ ടോപ്പിക് എന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോമും ഫൊറിയർ സീരീസും. ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോമും നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് പീരിയോഡിക് സിഗ്നലും അപീരിയോഡിക് സിഗ്നലും. എന്താണ് പീരിയോഡിക് സിഗ്നൽ? പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത് എ സിഗ്നൽ which repeats itself over a particular interval of time.
ഒരു സ്പെസിഫൈഡ് ഇന്റർവൽ ഓഫ് ടൈമിനനുസരിച്ച് എന്താ പറയാ റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഒരു സ്പെസിഫൈഡ് ഇന്റർവൽ ഓഫ് ടൈമിനനുസരിച്ച് റെഗുലർ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിഗ്നൽസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പീരിയോഡിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള പീരിയോഡിക് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് ഫൊറിയർ സീരീസ്. പീരിയോഡിക് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് ആണ് എന്ത്, ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത്. ഇതേ സ്വഭാവത്തിൽ അല്ലെങ്കിൽ ഇതേ രീതിയിൽ അപീരിയോഡിക് സിഗ്നൽ, അതായത് നോൺ പീരിയോഡിക് സിഗ്നലിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ ആണ് എന്ത്, ഫൊറിയർ ട്രാൻസ്ഫോം. അങ്ങനെ നമുക്ക് പറയാം. ഓക്കെ, പീരിയോഡിക് സിഗ്നലിന്റെ ആണെങ്കിൽ ഫൊറിയർ സീരീസ് എന്ന് നമ്മൾ പറയും, അപീരിയോഡിക് സിഗ്നലിനാണെങ്കിൽ എന്ത് പറയും, ഫൊറിയർ ട്രാൻസ്ഫോം എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് ഫൊറിയർ സീരീസും ഫൊറിയർ ട്രാൻസ്ഫോം. ഇപ്പോൾ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷൻ തന്നെയാണ്, രണ്ടും അത് തന്നെയാണ്. പക്ഷേ പീരിയോഡിക് സിഗ്നൽസിന് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൊറിയർ സീരീസ് എടുക്കുന്നത്. അപീരിയോഡിക് സിഗ്നലിലാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫൊറിയർ ട്രാൻസ്ഫോം പറയുന്നത്. ഓക്കെ ആണല്ലോ. ഫൊറിയർ സീരീസ് തന്നെ പലതരത്തിലുള്ള ഫൊറിയർ സീരീസ് ഉണ്ട്, ട്രിഗണോമെട്രിക് ഫൊറിയർ സീരീസ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ ഫൊറിയർ സീരീസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് പറയാം ഫൊറിയർ സീരീസ് ഈസ് നോർമലി എ പവർ സീരീസ്. അതൊരു പവർ സീരീസ് ആണ്, നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്, സെയിം കാര്യമാണ്. പവർ സീരീസ് എക്സ്പാൻഷൻ ഓഫ് certain periodic signal and it is the frequency domain representation of any periodic signal. Periodic signalന്റെ frequency domain representation ആണ്. Fourier series may be of different forms such as trigonometric Fourier series ഉണ്ട്, അതേപോലെ തന്നെ എന്തുണ്ട്, exponential Fourier series ഉണ്ട്. ശരിയല്ലേ? ഇനി Fourier transform is generally a frequency domain representation of non periodic signal. വളരെ ഇമ്പോർട്ടന്റ്, നോൺ പീരിയോഡിക് സിഗ്നൽസിന് വേണ്ടിയാണ് നമ്മൾ എന്ത് മേജർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, Fourier transform യൂസ് ചെയ്യുന്നത്. Fourier transform may be explained about the frequency components of non-periodic signal and it explains magnitude as well as, അതായത് Fourier transform എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്തിനെയൊക്കെയാണ്, മാഗ്നിറ്റ്യൂഡും ഫേസ് റെസ്പോൺസും, മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസും ഫേസ് റെസ്പോൺസിനെ കുറിച്ചും നമുക്ക് എവിടെ പറയാൻ പറ്റും, Fourier transformൽ പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഇങ്ങനെയാണ് എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. നമുക്ക് ഇതിന്റെ തിയറി ഓറിയന്റഡ് ആയിട്ട് ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഇപ്പൊ Fourier ട്രാൻസ്ഫോമും Fourier സീരീസും തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, പീരിയോഡിക് സിഗ്നൽസിന്റെ റെപ്രസെന്റേഷന് വേണ്ടിയാണ് നമ്മൾ Fourier സീരീസ് യൂസ് ചെയ്യുന്നത്. അതിന്റെ ഫ്രീക്വൻസി ഡൊമൈൻ റെപ്രസെന്റേഷന് വേണ്ടിയും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, Fourier സീരീസ് തന്നെയാണ്. ഈ Fourier സീരീസ് തന്നെ പലതരത്തിലുണ്ട്. പലതരത്തിൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഈ പലതരം? ട്രിഗണോമെട്രിക് Fourier സീരീസ് ഉണ്ട്, എക്സ്പോണൻഷ്യൽ Fourier സീരീസ് ഉണ്ട്. ബേസിക്കലി അത് ഒരു എക്സ്പോണൻഷ്യൽ Fourier സീരീസ് ആണ് തുടങ്ങുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ ഡെഡ്യൂസ് ചെയ്ത ഫോർമുലയ്ക്ക് അനുസരിച്ചാണ് നമ്മൾ ട്രിഗണോമെട്രിക് Fourier സീരീസിലേക്കൊക്കെ നമ്മൾ വരുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഈ രീതിയിൽ നമുക്കുള്ള കാര്യങ്ങൾ നമുക്ക് ബേസിക്കലായിട്ട് സിമ്പിൾ ആയിട്ടൊരു ടോപ്പിക്കാണ്, അത് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഒരു സിമ്പിൾ ഏരിയ എന്ന് പറയുന്നത് ഫ്രീക്വൻസി റെസ്പോൺസിനെ പറ്റിയാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു, ഒരു LTI സിസ്റ്റം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ LTI സിസ്റ്റത്തിന്റെ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനെ ബേസ് ചെയ്തിട്ടാണ്, നമ്മൾ എന്ത് പറയുന്നത്, Fourier ട്രാൻസ്ഫോം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ല ഫ്രീക്വൻസി റെസ്പോൺസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കൺവല്യൂഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ എന്താണ്, x(t) കൺവല്യൂഷൻ h(t) എന്ന് പറയുന്നതാണ് y(t). h(t) എന്താണ്, ഇമ്പൾസ് റെസ്പോൺസ്. ഇതേ കാര്യം നമ്മൾ ഫ്രീക്വൻസി ഡൊമൈനിലേക്ക് വരുമ്പോഴോ y(j)(x)(j)(h)(j). ഇതിൽ h(j)(നെ) പറയുന്നതാണ് ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഇതിന്റെ കൂടുതൽ ക്ലാസ്സസ്, ഇത് ജസ്റ്റ് ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു സെഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതിന്റെ കൂടുതൽ ക്ലാസ്സസ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സിലബസ് ഓറിയന്റഡ് ആയിട്ട് കംപ്ലീറ്റ് ടോപ്പിക്സും അവൈലബിൾ ആണ്. അതിന്റെ ക്ലാസ്സസ് തിയറി ഓറിയന്റഡ്, പ്രോബ്ലമാറ്റിക് ഓറിയന്റഡ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ കോഴ്സ് ത്രൂ ഔട്ട് നമുക്കത് ക്ലാസ് അവൈലബിൾ ആണ്. ഓക്കെ, നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്ലാസ്സസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സോ നിങ്ങൾ ആപ്പ് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു.